ഭഗവദ്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യ പദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസ കവിത. ഹരി ഓം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. വേദവ്യാസ കവിത. ജീവിതത്തിൽ വിജയിക്കുക എന്നത് വലിയ ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. അതിന് എല്ലാവരും യോഗ്യരാണ്. ആരും അതിന് അർഹരല്ലാത്തവരില്ല ഈ ഭൂമിയിൽ. പക്ഷെ ആ ഒരു ഭാഗ്യം സിദ്ധിക്കണമെങ്കിൽ, അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ, ഞാൻ പറയുന്ന ഈ കാര്യം നിങ്ങൾ മറക്കരുത്. മനസ്സാണ് പരിവർത്തനം വരേണ്ടത്. വിജയം മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. അതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. മനസ്സെപ്രകാരമോ അപ്രകാരമാണ് ജീവിതം. പക്ഷേ മനസ്സ് 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 മനസ്സെന്ന് പറഞ്ഞാൽ മനസ്സിനെ പിടികിട്ടില്ല. അതിന് പ്രത്യേകിച്ച് രൂപഭാവമില്ല. അത്യന്തം സൂക്ഷ്മമാണ്. ചിന്തകൾക്ക് രൂപമില്ല. അത് ശക്തിയാണ്. അപ്പം ആ മനസ്സിനെ ഒന്ന് മനസ്സിലാക്കാൻ, കണ്ടുപിടിക്കാൻ കുറച്ച് നേരം ദിവസവും ഒന്ന് കണ്ണടച്ച് ആത്മപരിശോധന ചെയ്യുക. അവനവനിലേക്ക് നോക്കുക. അന്തർമുഖരാവുക. മനസ്സ് എന്താണെന്ന് അറിയാൻ. മനുഷ്യന് മാത്രമേ ഇത് പറ്റുള്ളൂ. ഒരു മൃഗത്തിനത് പറ്റില്ല. കണ്ണടച്ചിരിക്കല്ല, ഉള്ളിലേക്ക് അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുക, എവിടെയാണ്, എന്താണ് ഈ മനസ്സ്. ആ മനസ്സിനെ നമ്മൾ, ചിന്തകളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ആ ചിന്തകളുടെ റൂട്ടൊന്ന് തിരിച്ചു മാറ്റിയാൽ മതി. വേറൊന്നും ചെയ്യാനില്ല. നമ്മൾ പറയുന്ന ചിന്തകൾ മനസ്സിലൂടെ എങ്ങനെ നമ്മളൊന്ന് കടത്തിവിട്ടാൽ, അല്ലെങ്കിൽ ആ മനസ്സിലൂടെ അതങ്ങനെ ആവർത്തിക്കപ്പെട്ടാൽ, മനസ്സതിലൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ ക്രമേണ മനസ്സ് അതിൻ്റെ റൂട്ട് മാറും. നേരത്തെ സഞ്ചരിച്ച ദൗർബല്യങ്ങളുടെ പാത വിട്ട് നിങ്ങൾ നൽകുന്ന ചിന്തകളുടെ കരുത്തിൻ്റെ ശക്തിയുടെ പാതയിലേക്ക് സഞ്ചരിക്കും. നിങ്ങൾ റോക്കറ്റ് മുകളിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്. നമ്മുടെ സ്പേസ് സ്റ്റേഷനിൽ നിന്ന്. ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് വിക്രം സാരാഭായ് സ്പേസ് സ്റ്റേഷൻ ഒന്ന് ആന്ധ്രാപ്രദേശിലുണ്ട്, പിന്നെ കേരളത്തിൽ തുമ്പയിലുണ്ട്, അതായത് തിരുവനന്തപുരം വിക്ഷേപണ കേന്ദ്രം. അങ്ങനെ ഇവിടെ നിന്നൊക്കെ റോക്കറ്റ് അങ്ങനെ എന്താ പറയുക, പൊങ്ങുന്ന സമയത്ത് അതിൻ്റെ അകത്ത് സാറ്റലൈറ്റുകളുണ്ട്. നമുക്ക് അത്ഭുതമാണ്. ഒരു നീളത്തിലുള്ള തൂണങ്ങനെ പുറകിലിങ്ങനെ കത്തുന്നുണ്ട്. അതങ്ങനെ മുകളിലേക്ക് പോകണം. ഒരു വടി അങ്ങനെ മുകളിലേക്ക് പോവുക. ഒരത്ഭുതം. ചരിയുന്നില്ല, വീഴുന്നില്ല. ഒരു തെങ്ങങ്ങനെ മുകളിലേക്ക് പോകുന്ന ഭാവനയിൽ നോക്കും. പറയുമ്പോൾ നല്ല ശക്തമായ കാറ്റുണ്ട് ആകാശത്തിലെ മുകളിൽ. എന്നിട്ടും ആ കാറ്റൊന്നും അതിനെ സ്വാധീനിക്കുന്നില്ല. നല്ല കാറ്റുണ്ട്. മുകളിലേക്ക് കടക്കും തോറും നല്ല ശക്തിയുള്ള കാറ്റുണ്ടായിരിക്കും. എയർ പ്രഷർ ഉണ്ടായിരിക്കും. പിന്നെ കുറേയും കൂടി അങ്ങോട്ട് എത്തുമ്പോൾ ഗ്രാവിറ്റിയുടെ ശക്തമായ വലി, അതൊന്നും അതിനെ സ്വാധീനിക്കില്ല. അതെല്ലാം കടന്ന് അതങ്ങോട്ട് ഗ്രാവിറ്റിക്കും അപ്പുറത്തേക്ക്, ഏറ്റവും ഫ്രിക്ഷനുള്ള ഒരു സ്ഥലമാണ് ഈ ഗ്രാവിറ്റി കടന്നു പോകുന്ന സ്ഥലം. ഏറ്റവും അപകടം പിടിച്ച സ്ഥലമാണ്. അതും അത് കൂളായിട്ട് അപ്പുറത്തേക്കാണ് കടന്നു പോകണം. ഒരു വടി പോലെ കണ്ടിട്ടില്ലേ നമ്മൾ സാറ്റലൈറ്റ്, പല വിക്ഷേപങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതങ്ങനെ പൊങ്ങിപ്പോകുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ച് പുറമേക്ക് നോക്കുന്നവർക്കൊരു അത്ഭുതമാണ്. പക്ഷേ ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ച് അവർക്കറിയാം അതിൽ
അതിശക്തിയുള്ള മോട്ടറുകളുണ്ട്, എൻജിനുകളുണ്ട്. ഈ എൻജിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്, അതിൻ്റെ പുള്ളിങ് കൊണ്ടാണ്, പുഷിങ് കൊണ്ടാണ് അതങ്ങനെ മുകളിലേക്ക് അങ്ങനെ ശക്തിയിൽ ഫോഴ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പല ഇന്ധനങ്ങളിലും പ്രവർത്തിക്കാൻ പറ്റുന്ന എൻജിൻ അതിനകത്തുണ്ട്. നമ്മൾ പുറത്തുനിന്നൊരു പേടകം മാത്രമേ കാണുന്നുള്ളൂ. ഇതുപോലെ നമ്മുടെ ശരീരം, ഈ ശരീരത്തിനെ മുഴുവൻ, അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് മുഴുവൻ നമ്മുടെ മനസ്സാണ്. മനസ്സിനനുസരിച്ചായിരിക്കും ഒരാളുടെ ഉയർച്ചയും ഒരാളുടെ താഴ്ചയും നിശ്ചയിക്കുന്നത്. ദുർബല മനസ്സുകൾക്ക് എപ്പോഴും പരാജയവും വീഴ്ചയുള്ളൂ. എന്നാൽ ശക്തിയുള്ള എൻജിനുള്ള റോക്കറ്റ് മുകളിലേക്ക് അങ്ങനെ പോകുന്ന പോലെ, പണ്ട് കാലത്ത് നമ്മുടെ എൻജിനുകളൊക്കെ മോശമായിരുന്നു, അതുകൊണ്ടാണ് പലതും കടലിലേക്ക് തിരിച്ചു വീണത്. ഇപ്പോൾ നമുക്ക് ക്രയോജനിക് എൻജിനുകളും അങ്ങനെ മോഡേൺ ടെക്നോളജിയിലേക്ക് ഭാരതം ഉയർന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് ഹൈ പവറിൽ ഒരു ഉയർത്തുന്ന എൻജിനുകൾ നമുക്കുള്ളത് കൊണ്ട് എത്രയോ സാറ്റലൈറ്റുകൾ നമുക്ക് ആകാശത്തിലെത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ മനസ്സിനെ കഴിവും പ്രാപ്തിയും ഉള്ളതാക്കിയാൽ അതിൻ്റെ റൂട്ട് മാറി അത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കും, വിജയമുള്ളതാക്കും. അപ്പം അതിനാ റൂട്ടൊന്ന് മാറ്റി അതിനെ കഴിവും പ്രാപ്തിയും ഉള്ളതാക്കി തരാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ ഗീതയിലൂടെ അർജുനനെ ഉപദേശിക്കുന്നത്. ഇപ്പം ഗീതയിലെ ഓരോ ശ്ലോകവും നമ്മുടെ മനസ്സിൻ്റെ റൂട്ട് മാറ്റിത്തന്ന് നേരത്തെ വിഷമവും ദുഃഖവും പരാജയവും പരിഭവവും പ്രശ്നങ്ങളും നിറഞ്ഞ ആ ജീവിതത്തിൽ നിന്നും അവസരങ്ങളും അതുപോലെ തന്നെ പുരോഗതിയും പലതരത്തിലുള്ള കഴിവുകളും പല അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും കണ്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് പടിപടിയായിട്ട് ഉയരുന്ന ആ മാർഗം നമുക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ കൃഷ്ണൻ കാണിച്ചു തരുന്ന മാർഗത്തിൻ്റെ 4-ാം അധ്യായത്തിലെ 12-ാം ശ്ലോകത്തിലാണ് നാം നിൽക്കുന്നത്. ആ ശ്ലോകം വായിച്ചുകൊണ്ട് നമുക്ക് ആ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. കാംക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാം ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജാം. ഈ ശ്ലോകം അതിഗംഭീരമാണ്, ഗഹനമാണ്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ഡിസ്കസ് ചെയ്തു. ജീവിതത്തിൽ വിജയിക്കണം എന്നാഗ്രഹിക്കുന്നവർ ദേവതായജന്തേ, ദേവതകളെ യജിക്കണം. അപ്പം ആ ദേവതകളെ യജിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 3 കാര്യങ്ങളാണ്. ഇത് മറക്കരുത്. ഒന്ന്, ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വേണ്ടുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, നാം ഏത് കാര്യം ഏറ്റെടുക്കുന്നുണ്ടോ ആ കാര്യത്തോട് നമ്മുടെ മനസ്സിനൊരു ഇണക്കവും അടുപ്പവും ഇഷ്ടവും ഒക്കെ വരാം. പാഷൻ എന്ന് പറയുന്ന, അപ്പോഴേ നമുക്ക് ഏകാഗ്രതയോടെ അത് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. നമുക്കതിലൊരു ലയം വേണം. രണ്ടാമത്തത്, ആ ലയത്തിനനുസരിച്ച് തന്നെ വളരെ ആത്മാർത്ഥതയോടെ കഴിവോടുകൂടി ആ കാര്യം ചെയ്യാനുള്ള ഒരു നമ്മുടെ ഉള്ളിലുള്ള പ്രാപ്തി, കഴിവ്, നമ്മുടെ സ്കിൽ വേണം. മൂന്നാമത്തത് നമ്മുടെ സ്വഭാവം. ക്ഷമയോടുകൂടിയിട്ട് ഒരു കാര്യത്തെ നമ്മൾ വിജയിപ്പിച്ചെടുക്കുന്നതിൽ നമ്മൾ പ്രവർത്തിക്കണം. അപ്പം ക്ഷമ എന്ന് പറയുന്നത് അലസതയുടെ ക്ഷമയല്ല, പക്ഷേ അത് കാര്യം ഗംഭീരമാവുന്നത് വരെ അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രയത്നം, അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും
ആ കാര്യം വിജയമായി തീരും. ആ കാര്യത്തിൻ്റെ പ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഭാരതത്തിൽ പലവിധത്തിലുള്ള ഉപാസനാ സമ്പ്രദായങ്ങൾ രൂപപ്പെട്ടു. അങ്ങനെയാണ് ഭാരതത്തിൽ പലരും പല പല ദേവതകളെ ഉപാസിച്ചത്. തച്ചോളിയോധനൻ എന്ന് പറയുന്നൊരു കഥാപാത്രം, അദ്ദേഹം വളരെയധികം അടവുകളൊക്കെ പഠിച്ച യോദ്ധാവായിരുന്നു. പയറ്റുകാരെന്ന് പറയും നാടൻ ഭാഷയിൽ, കളരിപ്പയറ്റ്. ഈ ഒരു കാര്യത്തിൽ വിജയം കൈവരിക്കാൻ അദ്ദേഹം ദേവിയെ, അതും അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിലുള്ളൊരു ദേവി, തൻ്റെ ശക്തി ഉണർത്തുന്ന, തനിക്ക് അനുഗ്രഹം ചൊരിയുന്ന ഒരു ദേവി, ലോകനാർക്കാവ് എന്നൊരു ക്ഷേത്രമുണ്ട് വടകരയിൽ, അദ്ദേഹത്തിൻ്റെ ആരാധനാമൂർത്തിയായിരുന്നു. പലരും പല രീതിയിൽ പല ഉപാസനകൾ. രാമകൃഷ്ണദേവൻ കാളി ഉപാസിച്ചു, ശങ്കരാചാര്യസ്വാമികൾ ശാരദാദേവി ഉപാസിച്ചു, ചില ആചാര്യന്മാർ ശിവനെ ഉപാസിക്കുന്നു, കൃഷ്ണനെ ഉപാസിച്ച എത്രയോ മഹാന്മാർ, വില്ലുമംഗല സ്വാമികൾ, മീരാബായിയെ പോലുള്ളവർ, അനവധി 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 ആളുകൾ പല വിധത്തിലുള്ള ഉപാസന ചെയ്തവർ. കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനവധി ഉപാസനകൾ. കണ്ണൂരിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുത്തപ്പനെ കാണാം. ചിലയിടത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേവിമാരുടെ പല ഭാവങ്ങൾ കാണാം, പല രൂപങ്ങളിലുള്ള ഉപാസനകൾ. ഇതൊക്കെ ഈ വൈവിധ്യങ്ങളങ്ങനെ വരാൻ കാരണം ഓരോരുത്തരും അവരുടെ കർമ്മമേഖലയിൽ അവർക്കൊരു ശുഭാപ്തി വിശ്വാസത്തിനായിട്ട്, ഏകാഗ്രതയ്ക്കായിട്ട്, അല്ലെങ്കിൽ ഒരു ഈശ്വരാനുഗ്രഹത്തിൻ്റെ സാന്നിധ്യം ബോധ്യപ്പെടാനായിട്ട് അങ്ങനെ ഉപാസിച്ചു പോയവരാണ്. എല്ലാം പത്മനാഭനെ അറിയിച്ചുകൊണ്ട്, പത്മനാഭനിൽ സമർപ്പിച്ചുകൊണ്ട് പത്മനാഭദാസന്മാരായി രാജ്യം ഭരിച്ച തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ. ഇതുപോലെ തന്നെ എല്ലാം തൻ്റെ ഗുരുവായ രാമദാസന് സമർപ്പിച്ചുകൊണ്ട്, എല്ലാം ഗുരുവിൻ്റെ കടാക്ഷമാണ്, ഗുരുവിനെയാണ് മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു രാജ്യഭരണം നടത്തിയ ശിവജി മഹാരാജാവിനെ പോലുള്ളവർ. ഇങ്ങനെ എത്ര എത്ര മഹാന്മാർ. ഒരു പ്രതീകം വേണം. ആ പ്രതീകത്തോട് തോന്നുന്ന ആദരവും ബഹുമാനവും ഉള്ളിലുള്ള സകല ശക്തിയും പുറത്തു കൊണ്ടുവരും. ഭാരതത്തിൻ്റെ കൊടി കാണുമ്പോൾ രോമാഞ്ചം വരുന്ന ഭാരതീയർ. നിങ്ങൾ കണ്ടു കാണും ഈ പ്രാവശ്യത്തെ ജപ്പാനിൽ നടന്ന ഒളിമ്പിക്സ്. ധീരജ് എന്ന് പറയുന്ന നമ്മുടെ പട്ടാളക്കാരനായ യോദ്ധാവിനായിരുന്നു ജാവലിംഗ് ത്രോയിൽ ഫസ്റ്റ് ഗോൾഡ് മെഡൽ കിട്ടിയത്. അപ്പോൾ ആ ഗോൾഡ് മെഡൽ കൊടുക്കുമ്പോൾ ആർക്കാണോ ഗോൾഡ് മെഡൽ കിട്ടുന്നത് അവരുടെ രാജ്യത്തിൻ്റെ ദേശീയഗാനം അവിടെ ആലപിക്കും. അപ്പോൾ ആ ദേശീയഗാനം പാടുമ്പോഴുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ആ മനസ്സ്, പട്ടാളക്കാരനാണ്, നമുക്കിങ്ങനെ കാണാം അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് സംഭവിക്കുന്ന ആ ഒരു മാറ്റം. ആ രാഷ്ട്രം, ആ ദേശീയഗാനം കേൾക്കുമ്പോഴുണ്ടാകുന്ന രാഷ്ട്രഭാവന, ദേശീയ പതാക കാണുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രഭാവന, ഞാനൊരു ഭാരതീയനാണെന്നൊരു ബോധം തരുന്നൊരു ആവേശമുണ്ടല്ലോ. ഇങ്ങനെയുള്ള പ്രതീകങ്ങൾ നമുക്ക് തരുന്ന ശക്തിയുണ്ട്. പട്ടാളക്കാരിൽ ഒരു വിഭാഗം വളരെ കരുത്തരായി നിൽക്കുന്നതിന് കാരണം ബജരംഗബലി, ഹനുമാൻ സ്വാമിയാണ് അവരുടെ ധീരവീര പുരുഷൻ. ചൈനക്കാരൻ ഇടയ്ക്ക് വന്ന് നമ്മുടെ ബോർഡറിൽ കുറേ പട്ടാളക്കാരെ ഉപദ്രവിച്ചു. നിങ്ങൾ കേട്ട് കാണും, ടിബറ്റിനടുത്തായിട്ട് ചൈനയും ഭാരതവും തമ്മിൽ യുദ്ധം, ആയുധമെടുക്കരുതെന്ന് കരാറുണ്ടാക്കിയിരുന്നു പണ്ട് ഭാരതത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ്. അവർ അതിൻ്റെ ഒരു തണൽ പിടിച്ചുകൊണ്ട് ആയുധം കൊണ്ട് ആക്രമിച്ചു. ആയുധം എന്ന് പറഞ്ഞാലല്ലോ, ആണി പട്ടികയിലടിച്ചിട്ട് ആണി കൊണ്ടാണ് അടിക്കുന്നത്.
നമ്മുടെ യോദ്ധാക്കൾ അത് പ്രതീക്ഷിച്ചില്ല. 20ഓളം പട്ടാളക്കാർ നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ കൂട്ടത്തിൽ ഒരാൾ ജയ് ബജറംഗ് ബലി എന്ന് വിളിച്ച് ഓർമ്മയുള്ളവർക്ക്. പിന്നെ എന്താ സംഭവിച്ചെന്ന് അവർക്കറിയില്ല. 40ഓളം ചൈനീസ് പട്ടാളക്കാരെ വലിച്ചവർ താഴേക്ക് എറിയായിരുന്നു. കാരണം ഇന്ത്യൻ പട്ടാളത്തിൻ്റെ മുന്നിൽ ചൈനീസ് പട്ടാളം എന്ന് പറഞ്ഞാൽ കുട്ടിപ്പട്ടാളാണ്. ഇവരായുധം കൊണ്ട് വരുമ്പോഴേക്കും ആ ആയുധം കൊണ്ട് അടിക്കുന്നവൻ്റെ തല അടിച്ച് പൊളിക്കാനുള്ള കരുത്ത് അവരുടെ കൈക്ക്. ആ കരുത്ത്, അതാണ് അവരുടെ മനസ്സുള്ള ഭാവനാശക്തി. ജയ് ബജറംഗ് ബലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യം, പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ ആവേശമാണത്. നിങ്ങൾ വൃന്ദാവനത്തിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ, രാധേ രാധേ പറഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അവനങ്ങോട്ട് പോയി. ആവേശമാണത്. അതൊരു ആവേശമാണ് മനസ്സിൻ്റെ. ഈ ഒരു ഉത്സാഹം, ആവേശം, ധൈര്യം, പ്രചോദനം, ഇതൊക്കെ മനസ്സിൻ്റെ ആത്മാർത്ഥതയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കത് വലിയ അനുഗ്രഹമാണ്. നമ്മുടെ കേരളത്തിൽ എന്തു പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഉപാസനാ സമ്പ്രദായങ്ങൾ ക്രമേണ കുറഞ്ഞുപോയി. നമ്മൾ പല അമ്പലങ്ങളിലും പോയി എല്ലാവരെയും പിടിക്കുകയാണ് കാര്യം നേടാൻ വേണ്ടിയിട്ട്. ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് കാര്യസിദ്ധി പൂജ ചെയ്യും, വേറൊരു സ്ഥലത്ത് പോയിട്ട് ശത്രുസംഹാര പൂജ ചെയ്യും, വേറൊരു സ്ഥലത്ത് പോയിട്ട് ഈ എന്താ പറയുക ഫലസിദ്ധിക്ക് വേണ്ടി പൂജ ചെയ്യും. അങ്ങനെ ആകെ ഒരു കൺഫ്യൂഷനാണ്. ഒരു തമാശയായിട്ട് പറയും ഹിന്ദുക്കളുടെ കാര്യത്തിൽ, ഒരാൾ മുങ്ങി മരിക്കുക വെള്ളത്തിൽ. അപ്പോൾ അയാൾ ഉറക്കെ വിളിക്കുന്നുണ്ട് ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്ന്. 3 മുങ്ങൽ മുങ്ങിയപ്പോഴേക്കും അയാൾ പറയണ കൃഷ്ണാന്നൊറ്റ വിളി. അത് കഴിഞ്ഞ് അവസാനം വെള്ളം കുടിക്കുന്ന സമയത്ത് അയാൾ ബജരംഗ് ബലി ഹനുമാൻ സ്വാമി എന്നും പറഞ്ഞിട്ട് ഒറ്റ മുങ്ങൽ. ലാസ്റ്റ് ഒന്ന് മുങ്ങി ഇങ്ങോട്ട് പൊങ്ങുമ്പോൾ അയാൾ അറിയാതെ അയാളുടെ നാവിൽ വന്നു ഗണപതി പപ്പ മോറിയ. അപ്പം ഈ 4 പേരും അന്തം വിട്ട് നിൽക്കുകയാണ്. ആര് പോയി ഇയാളെ പിടിക്കുന്നത്? അവസാനം ഇയാൾ മരിച്ച് ഇയാൾ ദേവതമാരെയൊക്കെ കണ്ടു എന്നാണ്. ഗണപതിയോട് ചോദിച്ചു, എത്ര കാലം അങ്ങേ ഞാൻ വിളിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം അങ്ങയുടെ ഗണേശ ചതുർത്ഥിക്ക് വേണ്ടി വിഗ്രഹം വെച്ച് അങ്ങേ നിമജ്ജനം ചെയ്തിട്ടുണ്ട്, എന്നെ ഒന്ന് രക്ഷിക്കായിരുന്നില്ലേ? അപ്പം ഗണപതി ഭഗവാൻ പറഞ്ഞു, നീ എന്നെ മുക്കുമ്പോൾ വളരെ ആനന്ദിക്കാറുണ്ടല്ലോ, അപ്പം ഞാനും നീ മുങ്ങുമ്പോൾ കുറച്ച് ആനന്ദിക്കാമെന്ന് വിചാരിച്ചു. ഹനുമാൻ സ്വാമിയോട് ചോദിച്ചപ്പോൾ ഹനുമാൻ സ്വാമി പറഞ്ഞു, ശ്രീരാമസ്വാമിയെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹം നേരിട്ട് വരുമെന്ന്. ഞാൻ വന്നില്ല. ശ്രീരാമസ്വാമിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങ് കൃഷ്ണനെ വിളിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു അദ്ദേഹം ഗരുഡപ്പുറത്ത് വേഗം വന്ന് രക്ഷിച്ചോളുന്നു. അപ്പം കൃഷ്ണനോട് ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അങ്ങ് ആദ്യം തന്നെ ശിവനെ വിളിച്ചുകൊണ്ട് ഞാൻ ശിവൻ വരും എന്ന് വിചാരിച്ച് കാത്തിരുന്നു. അവസാനം ആരും വന്നില്ല. ഇത് കളി പറയുന്നതല്ല. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഞാൻ പരിഹസിക്കുകയാണ്. പറയുന്നത്, ഒരു കിണർ കുഴിക്കാൻ എല്ലായിടത്തും മാന്തി നോക്കേണ്ടതില്ല. എവിടെയാണോ വെള്ളം അവിടെ കുഴിച്ചാൽ മതി. ഏതെങ്കിലും ഒരു ദേവതയിൽ തന്നെ എല്ലാ ദേവതകളുടെ ശക്തിയും കാണാൻ സാധിക്കണം. എവിടെയാണ് ശക്തി, എവിടെയാണ് ശിവൻ, എവിടെയാണ് കൃഷ്ണൻ, എല്ലാം ഇവിടെ തന്നെ. ത്വമേവ പ്രത്യക്ഷം, അങ്ങയിൽ തന്നെയാണ് എല്ലാം. അങ്ങനെയൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ ആരാധിക്കുന്ന കൃഷ്ണനിൽ തന്നെ ഗണപതിയെയും ശിവനെയും അയ്യപ്പനെയും ഒക്കെ ഒന്ന് കണ്ടു നോക്കൂ. എല്ലാം ഒന്നിൽ തന്നെ. നിങ്ങളിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. എല്ലാം നിങ്ങളിലുണ്ടെങ്കിൽ എല്ലാം അതിലുമുണ്ട്. ഇവിടെ ഞാൻ ആരാധിക്കുന്നത് മുഴുവൻ എൻ്റെ കർമ്മമേഖലയിൽ എനിക്ക് ആത്മാർത്ഥതയും അർപ്പണവും അതുപോലെ തന്നെ എൻ്റെ സ്വഭാവവും ഉണ്ടാവണം. എൻ്റെ കർമ്മമേഖലയിൽ ഞാൻ ഉയരണം. അതിനാണ് ഞാൻ ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ്, മനസ്സിൻ്റെ അർപ്പണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഭജിക്കുന്നത്. പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആരാധന
ആ ആരാധനയിൽ നിങ്ങൾ ഏകാഗ്രതയോടെ അർപ്പണത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മമേഖലകളിലും നിങ്ങൾക്ക് ഏകാഗ്രതയോടെ അർപ്പണത്തോടെ പ്രവർത്തിക്കാൻ പറ്റും. ആദ്യം നാമത്തിലേകാഗ്രമായി നാമത്തിൽ ലയിക്കാൻ പഠിക്കൂ. 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ്. എങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലും എളുപ്പം നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്. പെട്ടെന്ന് കയറി പിടിക്കാൻ പറ്റും. മനസ്സ് വേഗത്തിൽ ഉയരും. ക്ഷിപ്രം ഹിമാനുഷം ലോകേ സിദ്ധിം പറയുന്നു. ക്ഷിപ്രം ഹിമാനുഷം ലോകേ സിദ്ധിർഭവതി. മനുഷ്യന് മാത്രമേ ഈ ഏകാഗ്രത ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളോട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാണ്, ഇഫ് യു ആർ റെഡി ടു ഡു ദിസ് ഉപാസന, ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങും. ആരെങ്കിലും വയ്ക്കും, ഒരു ദേവതയെ നിങ്ങൾ ഉപാസിക്കും, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത്. ആ ഉപാസനാമൂർത്തിയിൽ തന്നെ സകലരുമുണ്ടെന്ന്, ദേവീദേവന്മാരൊക്കെ ആ ഉപാസനാമൂർത്തിയിൽ തന്നെ ഉണ്ടെന്ന് ബോധത്തോടുകൂടി നിങ്ങൾ ഏകാഗ്രതയോടെ ഇരിക്കാൻ പഠിക്കൂ. പരിശീലിച്ചു നോക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മമേഖലകളിലൊക്കെ നിങ്ങൾക്ക് കഴിവും പ്രാപ്തിയും അർപ്പണവും കൂടി വരുന്നത് കാണാം. കാരണം ഏത് കാര്യവും ചെയ്ത മനസ്സാണ്. നമ്മളിപ്പം ആയുധം മൂർച്ചയുണ്ടെങ്കിലല്ലേ പണിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം അരിഞ്ഞെടുക്കുന്നൊരു സാധനത്തിന് ആയുധത്തിനെ മൂർച്ച കൂട്ടണം. നെല്ല് കൊയ്ത്തിനുള്ള ആയുധം അരിവാളാണ്. ആ അരിവാൾ നല്ല മൂർച്ചയുണ്ടെങ്കിലല്ലേ പെട്ടെന്ന് കൊയ്തെടുക്കാൻ പറ്റുള്ളൂ. ആ അരിവാളിനെ മൂർച്ച കൂട്ടണമെങ്കിൽ ഒന്നുകിൽ നമ്മളടുത്ത് അരം പോലുള്ള സാധനങ്ങൾ വേണം, അല്ലെങ്കിൽ നല്ല കല്ലിലിട്ട് അതിൻ്റെ ആ വെട്ടുന്ന ഭാഗം, അതിൻ്റെ മൂർച്ചയുള്ള ഭാഗം ഒന്ന് എന്താ പറയുക, നല്ലവണ്ണം രാഗിയെടുക്കണം. നല്ലവണ്ണം അതിനൊന്ന് ഷാർപ്പൻ ചെയ്യണം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതുപോലെയാണ് ആയുധം മനസ്സാണ്. കർമ്മമേഖലയിൽ നമുക്ക് വേണ്ട ആയുധം മനസ്സാണ്. ആ ആയുധത്തിൻ്റെ മൂർച്ച കൂട്ടാനുള്ളൊരു കല്ലാണ് വിഗ്രഹം. മനസ്സാകുന്ന ആയുധത്തെ വിഗ്രഹമാകുന്ന കല്ലിലിട്ട് അങ്ങനെ ഉരയ്ക്കുന്നു. എന്ന് വെച്ചാൽ തല കൊണ്ടുപോയിട്ട് കല്ലിലിട്ട് ഉരയ്ക്കല്ല, അത് മന്ത്രങ്ങളിലൂടെ. അല്ലാതെ ഞാൻ പറയണത് കേട്ടിട്ടോ ഒരു ശിവലിംഗം വാങ്ങിച്ചിട്ടോ ഉരച്ചു നോക്കുക സ്വാമിയും കല്ലിലിട്ടോ ഉരച്ചോ, അങ്ങനെയൊന്നും കിട്ടുന്നതല്ലത്. നാം ഏകാഗ്രത വളർത്തിയെടുക്കണം എന്ന ചുരുക്കത്തിൽ. അപ്പം ആ ഏകാഗ്രത കിട്ടാനാണ് നാം ഉപാസിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ മനസ്സ് അലഞ്ഞു തിരിഞ്ഞു പോവില്ല. ഒന്നിൽ തന്നെ ഉറച്ചു നിന്നാൽ ഏകാഗ്രത കൂടും. ഏകാഗ്രതയുണ്ടെങ്കിൽ അതേ മനസ്സുകൊണ്ട് ഏകാഗ്രതയോടെ നിങ്ങളുടെ കർമ്മമേഖലകളിലും വിജയിക്കാം, ഉയരാം. നിങ്ങൾക്ക് സിദ്ധിം വിന്ദതി, ഉയർച്ചയുണ്ടാവും. അപ്പം മനസ്സ് പാകപ്പെടാതെ എന്ത് ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. ഇന്ന് പാകമില്ലാത്ത മനസ്സുകൊണ്ട് വലിയ കർമ്മഫലങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ മനുഷ്യൻ എങ്ങും എത്താതെ പോകുന്നു. ഒരു കൂട്ടരാണെങ്കിലോ പാകമില്ലാത്ത മനസ്സുകൊണ്ട്, പക്വതയില്ലാത്ത മനസ്സുകൊണ്ട് എളുപ്പം ഫലം കിട്ടാൻ വേണ്ടി തെറ്റായ മാർഗത്തിലൂടെ പോകുന്നു. അവരവസാനം ജീവിതത്തിൻ്റെ തകർച്ചയിലും ജീവിതത്തിൻ്റെ നഷ്ടത്തിലും ജയിലുകളിലേക്ക് പോകുന്നു. പാകതയില്ലാത്ത മനസ്സുകൊണ്ട് കോടികൾ സമ്പാദിച്ചിട്ടും കാര്യമില്ല. സ്വർണം കടത്തിയും ലഹരി വിറ്റും കിട്ടുന്ന പണം അവസാനം സ്വസ്ഥതയും ശാന്തിയും സമാധാനവുമില്ലാത്ത കുറ്റബോധത്തിൻ്റെ ദുഃഖഭയത്തിൻ്റെ ലോകത്തിലേക്കാണ് അവരെ നയിക്കുന്നത്. അപ്പം അതുകൊണ്ട് പാകമുള്ളൊരു മനസ്സ് ആദ്യം നമുക്ക് അതിലേക്ക് നോക്കാം, പാകപ്പെടുത്തിയെടുക്കാം. ആ മനസ്സുകൊണ്ട് നമുക്ക് ഉയർച്ചയും ഉന്നതിയും സിദ്ധിയും കൈവരിക്കാം എന്ന് കൃഷ്ണൻ ഉറപ്പു തരുന്നു. ഈ ശ്ലോകം നമുക്കൊന്നുകൂടി പരിശോധിക്കണം. നമുക്കെങ്ങനെയാണ് നമ്മുടെ മനസ്സുകൊണ്ട്
ഉയർച്ച നേടിയെടുക്കേണ്ടത്, അതിനെങ്ങനെ അതിനെ പാകപ്പെടുത്തിയെടുക്കണം, ഞാനതിന് തയ്യാറാണ്, അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത്, അതെല്ലാം വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാം, ഹരി ഓം. തുടർന്ന് കാണാം നാളെ ഇതേ സമയം. ധർമ്മത്തിലൂന്നിയ വേദവ്യാസ കവിത